ദിവ്യാത്മാക്കൾക്കെല്ലാം വിനീതമായ നമസ്കാരം. ക്ഷേത്രങ്ങളിൽ പലതരത്തിലുള്ള പൂരങ്ങൾ നടക്കാറുണ്ട്. പൂരങ്ങളിൽ പങ്കെടുക്കുന്നവരുമാണ് നമ്മളിൽ പലരും. ക്ഷേത്ര ഉത്സവാദികളിൽ പങ്കെടുത്ത് വളരെയധികം സന്തോഷത്തോടുകൂടി തിരിച്ചു വരുന്നവരാണ് അധികവും. പക്ഷേ ഇന്നത്തെ പൂരങ്ങളിൽ പ്രധാനം കരിമരുന്നും കരിയുമാണ്. വാസ്തവത്തിൽ ഇത് രണ്ടും ദൈവത്തിന് ഇഷ്ടപ്പെട്ട ഒന്നല്ല, ഏറ്റവും പാപഭംഗിലമായ ഒന്നുകൂടിയാണ്. കരിമരുന്ന് പ്രയോഗം കൊണ്ട് അനവധി ജനങ്ങൾ മരണത്തിന് വിധേയമാവുക എന്നല്ലാതെ എന്താണുള്ളത്? കരി എന്നാൽ ആന. ആനയെ എഴുന്നള്ളിച്ച് ഇത്തരം ചൂടിൽ അത്യുഷ്ണമായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ആനയെ നിശ്ചലമായി റോഡിലൂടെ നിർത്തുന്നതും നടത്തുന്നതും കുറ്റകരമാണ്. അത് ചെയ്യുന്നത് ദേവനൊട്ടും ഇഷ്ടപ്പെട്ട പ്രക്രിയയുമല്ല. ഇതൊന്നുമല്ല പൂരത്തിൻ്റെ വിശേഷങ്ങൾ. ഇതൊന്നുമല്ല പൂരത്തിൻ്റെ ആനന്ദപ്രദമായ ഭാഗം. എന്നാൽ യഥാർത്ഥത്തിലുള്ള ക്ഷേത്രം എന്താണ് എന്നും അവിടെ നടക്കുന്ന പൂരം എന്താണ് എന്നും അറിഞ്ഞവർ മറ്റു ക്ഷേത്രങ്ങളിലെ പൂരമൊന്നും വലിയ കാര്യമായി എടുക്കുകയില്ല. ഗാത്രക്ഷേത്രത്തിലെ പൂരത്തിനെ പാർത്തോനു പൂരമോ ഉത്സവമോ ക്ഷേത്രാദിയോ ഒന്നും ചിത്രമായി തോന്നില്ല. ഓർത്താലിതൊക്കെയും വ്യക്തമല്ലോ. ഗാത്രക്ഷേത്രത്തിലെ പൂരത്തിനെ, ശരീരമാകുന്ന ക്ഷേത്രത്തിൽ നടക്കുന്ന പൂരത്തിന് ആരാണോ അങ്ങോട്ട് ശ്രദ്ധ കൊടുക്കുന്നത് അവർക്ക് ആ പൂരം അവിടെ വെടിക്കെട്ടും പ്രകാശവും സർവവും നമ്മൾ ബാഹ്യമായി കാണുന്നതിനേക്കാൾ നടക്കുന്നുണ്ട്. പക്ഷേ നാം അങ്ങോട്ട് ആ ക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കാത്തതിനാൽ അതിനെക്കുറിച്ചൊന്നും അറിയുന്നില്ല. അതുകൊണ്ടാണ് പുറമേയുള്ള ക്ഷേത്രത്തിലെ പൂരത്തിന് നാം വളരെ വില കൽപ്പിക്കുന്നത്. ഗാത്രക്ഷേത്രത്തിലെ പൂരത്തിനെ പാർത്തോനു പൂരമോ ഉത്സവമോ ക്ഷേത്രാദിയോ ഒന്നും ചിത്രമായി തോന്നില്ല. ഓർത്താലിതൊക്കെയും വ്യർത്ഥം തന്നെ. ഗാത്രക്ഷേത്രത്തിൽ നടക്കുന്ന പൂരത്തിനെ ആരാണോ വാർത്തുകൊണ്ടിരിക്കുന്നത്, ആരാണോ ശ്രദ്ധിക്കുന്നത്, അവർക്ക് ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന ഉത്സവമോ പൂരമോ ഒന്നും വിലയുള്ളതായി തോന്നുകയില്ല. അതിനേക്കാൾ മഹത്തായ പൂരമാണ് നമ്മുടെ അന്തരംഗത്ത് നടക്കുന്നത്. പരമമായ ആനന്ദ നിർവൃതിയും സന്തോഷവും സംതൃപ്തിയും സുരക്ഷയും നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നതാണ്. അളവില്ലാത്ത ആനന്ദത്തിൻ്റെ ഉടമകളായിത്തീരുന്നതാണ് നാം. ആ അവസ്ഥ കൈവരിക്കാൻ പറ്റിയ ഉപകരണമാണ് ഗാത്രം. ആ ഗാത്രത്തെ ഒരു ക്ഷേത്രമായി കണ്ടുകൊണ്ട് ആ ക്ഷേത്രത്തിലിരിക്കുന്ന ദേവനെയാണ് നാം അറിയേണ്ടത്. ആ ദേവൻ അളവില്ലാത്ത ശക്തിയും അളവില്ലാത്ത ആനന്ദത്തിൻ്റെ ഉടമയുമാണ്. അത് തന്നെയാണ് വാസ്തവത്തിൽ അവിടേക്ക് എത്തുമ്പോൾ നമുക്ക് ബോധ്യമാകും. അത് തന്നെയാണ് നാം ഓരോരുത്തരും. അതിൽ നിന്ന് വേറെയല്ല നാം ആരും തന്നെ. ആ പരമസത്യം നമുക്ക് ഗാത്രക്ഷേത്രത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. അതറിയുക എന്നതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. ആ ലക്ഷ്യം നാം സാക്ഷാത്കരിച്ചില്ലെങ്കിൽ, എന്നാണോ അത് സാക്ഷാത്കരിക്കപ്പെടുന്നത് അതുവരെ നാം ജനിച്ചും മരിച്ചും കൊണ്ടേ ഇരിക്കും. അതിൽ സുഖദുഃഖാദികളും അനുഭവിക്കും. ദുഷ്കർമ്മങ്ങളുടെ ആധിക്യം കൂടുമ്പോൾ ദുഃഖാനുഭവവും, സൽക്കർമ്മങ്ങളുടെ ആധിക്യം കൂടുമ്പോൾ സുഖാനുഭവവും നമുക്കുണ്ടാകും. അങ്ങനെ സുഖദുഃഖാദികളിൽ ഭ്രമിച്ച് പുനരവിജനനം പുനരവിമരണം പുനരവിജനനീ ജനരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാപാരേ പാഹി മുരാരേ എന്ന അവസ്ഥ നമുക്ക് വന്നു ചേരുന്നു.
ഇതെത്രയോ വിസ്തൃതമായ ഒന്നാണ് ഈ സംസാര സാഗരം എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് മോചനം നേടണമെങ്കിൽ നമ്മുടെ സ്വരൂപത്തെ നാം തിരിച്ചറിയണം. നാം ആരാണെന്നും ഈ ശരീരം എന്താണ് എന്നും ശരീരമാകുന്ന ക്ഷേത്രത്തിലെ ക്ഷേത്രജ്ഞനാണ് നാം ഓരോരുത്തരും എന്ന പരമസത്യം നാം ബോധിക്കണം. ഗാത്രക്ഷേത്രത്തിലെ പൂരത്തിനെ പാർത്തോനു പൂരമോ ഉത്സവമോ ക്ഷേത്രാദിയോ ഒന്നും ചിത്രമായി തോന്നില്ല, ഓർത്താലിതൊക്കെയും വ്യർത്ഥമല്ലോ.